ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെയാണ് ഉള്ളതെന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജനറൽലെസ് റീഡിങ്ങും ആണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് കാണുക. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇതിൽ വാലിഡ് ആവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് യോഗയോട് വളരെ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിലും, അതുപോലെ നിങ്ങൾക്കൊരു വരുമാന മാർഗം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യോഗയുടെ ഒരു ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. 200 അവേഴ്സും 300 അവേഴ്സും 6 മന്ത് കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് യോഗ TTC എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് യോഗ TTCക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ കോഴ്സിനോട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ട്രാവലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിലും ഇതേപോലെ ഹരിദ്വാർ, ഹിമാലയത്തിലൊക്കെ പോകാൻ താല്പര്യമുണ്ട് എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിനോടൊപ്പം നിങ്ങൾക്കും ഈ ഒരു സ്ഥലത്തൊക്കെ വിസിറ്റ് ചെയ്ത് യോഗയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നമുക്കിവിടെ പറയാൻ പറ്റും, നിങ്ങളുടെ ആ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. അയാളുടെ ലൈഫിൽ അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യങ്ങളും ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. മൊത്തത്തിലൊരു മൂടൽ മഞ്ഞിൻ്റെ ഒരു അവസ്ഥ, അതായത് മൊത്തത്തിൽ ഒരു മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ ഇമോഷണലിയൊക്കെ ഒരുപാട് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു സ്നേഹവും ശ്രദ്ധയും ഒക്കെ ഒന്നും അയാൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തതും നിങ്ങൾ ആഗ്രഹിച്ചതും പോലുള്ള ആ ഒരു ഫീലിങ്സ് ഇമോഷനും ഒന്നും അയാൾക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അയാൾ ഇപ്പോഴും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അയാളോട് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു, നിങ്ങൾ അയാൾ എത്രത്തോളം കെയർ ചെയ്തിരുന്നു എന്നൊന്നും അയാൾ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ മൈൻഡെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടും ഒട്ടും സെക്യൂർ അല്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ളവരിൽ നിന്നും വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല, ഇഷ്ടം കിട്ടുന്നില്ല. പിന്നെ കംപ്ലീറ്റ്ലി ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡാണ്. പിന്നെ ഒരു സേഫ്റ്റി, പ്രൊട്ടക്ഷൻ അങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൽ നിന്ന് എടുത്തുനിന്നാണെങ്കിലും അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങളൊന്നും അയാൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെ ഒരു തോന്നലാണ് ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ. ഇതൊക്കെ തന്നെ ആ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ടെങ്കിലും നിങ്ങൾ കൊടുത്ത ഫീലിങ്സും നിങ്ങളോടുള്ള ഇഷ്ടം തിരിച്ച് കംപ്ലീറ്റ് ആയിട്ട് അറിയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് ഉള്ളിൽ ഉണ്ട് എന്തോ ഒരു കണക്ഷൻ നിങ്ങളോടുണ്ട്. മറ്റുള്ളവരോടൊന്നും എനിക്ക് തോന്നാത്ത തരത്തിൽ എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ്, എന്തോ ഒരു ഫീലിങ്സ്, എന്തോ ഒരു സ്പെഷ്യൽ കണക്ഷൻ നിങ്ങളോടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതൊരിക്കലും അവർ അവഗണിക്കുന്നില്ല. അവരുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ട്. ഡിസ്റ്റൻസിലാണെങ്കിലും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അയാൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അയാൾ വരുന്നില്ല എങ്കിൽ പോലും അയാളുടെ ഉള്ളിൽ എന്തോന്നറിയില്ല, ഇവരോട് എനിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഫീലിംഗ് തോന്നുന്നുണ്ട് എന്ന് അയാളുടെ ഉള്ളിൽ അയാൾക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അയാൾക്ക് നിങ്ങളോട് ഒരിഷ്ടം തോന്നുന്ന സമയത്ത് പോലും നിങ്ങളുടെ ഒരു ക്യാരക്ടറും നിങ്ങൾ എൻറ്റയർലി ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ പോലെ ഒരാളെ ഡിസേർവ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾക്കിതിലും നല്ല കാര്യങ്ങൾ കിട്ടും എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ അയാൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ഇയാൾ ഇത്രയും ഒക്കെ ഡിസ്റ്റർബ്ഡ് ആവുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം കിട്ടുന്നില്ല, എല്ലാത്തിൻ്റെയും ബേസ് ഇന്നർ വൂൺസ് ആണല്ലോ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ കൊണ്ടായിരിക്കാം എല്ലാത്തിൽ നിന്നും ഒക്കെ മാറിയും ഒഴിഞ്ഞും അത് വല്ലാത്തൊരു മെൻ്റൽ സ്റ്റേജിൽ കൂടെയൊക്കെ ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട്. നിങ്ങളെ പറ്റിയുള്ള ഫീലിങ്സും നിങ്ങളോടുള്ള ആ ഒരു കണക്ഷനൊക്കെ അയാൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് അയാൾ കറക്റ്റായിട്ടൊന്നും പറയാത്തതും എന്തിനൊക്കെ അയാൾ ഭയപ്പെടുന്നുള്ളതൊക്കെ കൊണ്ട് തന്നെയാണ് അയാൾ ഭയങ്കര സൈലൻ്റായിട്ട് നിൽക്കുന്നത്. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജിയിൽ നമുക്ക് പറയാൻ പറ്റും അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയൊരു ലൈഫ്, അതല്ലെങ്കിൽ ഒരു പുതിയൊരു സ്റ്റാർട്ട്
അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകണം. അത് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. പുതിയതായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്റ്റൻസിലായിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീണ്ടും റീകണക്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് പോയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ ഡെപ്തിലോട്ടൊക്കെ ഈ റിലേഷൻ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നിങ്ങളോട് പറയണം എന്നൊക്കെയുണ്ട്. പക്ഷേ ഉള്ളിൽ ധൈര്യമില്ല, മനസ്സിലായി, എല്ലാം മറച്ചു പിടിക്കുകയാണ്. യാതൊരു അതായത് ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ല, എന്തിനൊക്കെയോ ഭയപ്പെടുന്നു. പിന്നെ നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ്, അതായത് മാരേജ് രീതിയിലോട്ട് പോകാനും അതല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലോട്ടൊക്കെ വരാനും ഒക്കെ അയാൾക്ക് പേടിയാണ്. കാരണം ചിലവട്ടും പ്രിപ്പയർഡ് അല്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അയാൾക്കൊരു ഒരു മാരേജ് പ്രപ്പോസലോ അങ്ങനെ രീതിയിലോട്ടൊന്നും നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ അയാൾക്ക് ഭയമാണ്. കാരണം എന്ന് വെച്ചാൽ അയാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അയാളുടെ ഇമോഷൻസൊക്കെ ആയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടും ഇൻറ്റേർണലി അയാൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല ഇങ്ങനെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ അയാളുടെ ലൈഫിൽ ഒരുപാട് ബ്ലോക്കേജസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ലൈഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഫിനാൻസിൻ്റെ കാര്യത്തിൽ, പിന്നെ കരിയർ, ഇതൊന്നും ഒട്ടും സ്റ്റേബിൾ അല്ല. അപ്പോൾ അതൊക്കെ അയാളെ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റി നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇയാളിലും നല്ല കാര്യങ്ങൾ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറേ കൂടെ ബെറ്ററാണ്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹയർ രീതിയിലോട്ടൊക്കെ പോകാൻ പറ്റും. വളരെ സമാധാനം ഇയാളുടെ കൂടെ നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. സോ ഞാനായിട്ട് വെറുതെ ഈ ഒരു ഇതിലോട്ട് കൊണ്ടുവരുന്നിടുന്നില്ല എന്ന് പോസിറ്റീവായിട്ട് വിചാരിച്ച് നിങ്ങളെ കംപ്ലീറ്റ്ലി കാണുന്നില്ലാത്ത രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ നടക്കും. കാര്യം എന്ന് വെച്ചാൽ ഇയാൾ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു പ്രോബ്ലംസൊക്കെ നിങ്ങളും കൂടെ ഫേസ് ചെയ്യേണ്ട എന്നോർത്തിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിങ്ങളോട്. പിന്നെ അതേപോലെ ആ ഒരു പേഴ്സണ് നല്ല രീതിയിൽ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു വാല്യൂ ഒക്കെ അയാൾ തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അയാൾക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല, പക്ഷെ അയാൾക്ക് ഭയം, നിങ്ങളെ കൂടെ കൊണ്ടുവന്ന് കുഴപ്പത്തിൽ ചാടിക്കുകയാണോ, അതല്ലെങ്കിൽ നിങ്ങളെ കൂടെ എൻ്റെ പ്രോബ്ലങ്ങൾ ഷെയർ ചെയ്ത് ഞാൻ അവർക്കൂടെ കൊടുക്കുവാണോ എന്നൊക്കെയുള്ളൊരു ഭയമാണ് ഈ ഒരു പേഴ്സണെ ബാക്കിലോട്ട് വലിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു കാർഡ് റീഡ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും നിങ്ങൾ രണ്ടുപേരും പരസ്പരം വളരെ നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. അത് അറിഞ്ഞുകൊണ്ടൊന്നും ഹേർട്ട് ചെയ്തല്ല, നിങ്ങൾ അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഫീലിങ്സും സങ്കടം ഉണ്ടായി നിങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെ ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതായിട്ടുള്ളൊരു എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സണും അത് നിങ്ങളോട് അങ്ങനെ കാണിച്ചതിലും പറഞ്ഞതിലും വളരെയധികം വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു കുഴിയിലോട്ട് ഞാൻ അവരെ കൂടെ കൊണ്ട് ചാടിക്കണ്ട എന്നൊരു ഉദ്ദേശത്തിലാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അയാൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി ശരിക്കും പറഞ്ഞാൽ അയാളുടെ ലൈഫിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അത് അയാളെ ആരും സപ്പോർട്ട് ചെയ്യാനും അയാളാരും കെയർ ചെയ്യാനും അതല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന തരത്തിലൊന്നും ചിലപ്പോൾ ആൾക്കാർ അയാളെ നോക്കുന്നില്ലായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ എൻ്റെ ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എനർജിന് ഭയങ്കര സപ്പോർട്ട് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ വളരെ ഹേർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ കാണിക്കുന്നതെല്ലാം ജെന്യുവൻ ആയിട്ടുള്ളൊരു ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ ഭയങ്കര ഇമോഷണലി മെച്യൂർഡായിട്ടുള്ളൊരു പേഴ്സണാണ്. പിന്നെ ഭയങ്കര ഇപ്പോൾ അയാളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ക്ഷമിക്കും, എടുക്കും, ഒരു അണ്ടർസ്റ്റാൻഡിങ് നേച്ചറാണ് നിങ്ങളുടെ. ഇതൊക്കെ അയാളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എനർജീസൊക്കെ നിങ്ങളിൽ ഉള്ളത് കൊണ്ട് അയാൾ കംപ്ലീറ്റ്ലി നിങ്ങളിലോട്ട് ഒരു മാഗ്നറ്റ് പോലെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അയാൾ എത്രയൊക്കെ മാറിപ്പോയാലും ഉള്ളിൽ എപ്പോഴും ഈ ഒരു നിങ്ങളെ പറ്റിയുള്ളൊരു ഫീലിങ്സും ഒക്കെ ഉണ്ടാകാനുള്ള കാര്യം ഇതാണ്, നിങ്ങൾ അത്രയ്ക്ക് ജെന്യുവൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെ ആഴത്തിലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് അപ്പോൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ലസ്റ്റോ അല്ലെങ്കിൽ ഒരു ക്രഷോ അല്ല. അവർക്ക് അവരുടെ ഹാർട്ട്, അതായത് അവരുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് തന്നെ വരുന്ന ആ ഒരു ഇഷ്ടം ആണിത്. പിന്നെ ഭയം കൊണ്ടൊക്കെയാണ് ആ ഒരു പേഴ്സൺ അകന്ന് നിൽക്കുകയും മാറുകയൊക്കെ ചെയ്യുന്നത്. തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിലും വിളിക്കുകയാണെങ്കിലും എന്നയാൾ ചിലപ്പോൾ ആ ഒരു സമയത്ത് പ്രതികരിക്കണമെന്നില്ല. ചിലപ്പോൾ മെസ്സേജസൊക്കെ ഓപ്പൺ ആക്കാൻ തന്നെ ഒരുപാട് സമയങ്ങളും മാസങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കാം. തിരിച്ചതുപോലെ തന്നെ കോൾ കിട്ടാനും പിന്നെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന മെസ്സേജസിന് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് ടൈപ്പ് ചെയ്ത് പിന്നെ അയാൾ അതൊക്കെ മാറ്റി
സെൻഡ് ചെയ്യാതിരുന്നിട്ട് മാറ്റുക, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. പിന്നെ അയാളുടെ എന്താ പറയുക, അയാളുടെ ഫീലിങ്സും അയാളുടെ ഇമോഷൻസും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത അത്ര നെർവസാണ്. കാരണം വെച്ചാൽ അത്രയ്ക്കും ഇനിയിപ്പം ഒരു ഭയമാണ് ശരിക്കും പറഞ്ഞാൽ, നിങ്ങളെ കൂടെ ഞാൻ നശിപ്പിക്കുകയാണോ അങ്ങനത്തെയൊക്കെ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് അയാൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോയിലാണ് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ പോകുന്നത്. അത് അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ടല്ല, അവരുടെ ഉള്ളിലുള്ള പേടിയും പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂ നിങ്ങൾ തെറ്റായിട്ടാണോ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു ഭയമൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ്, അതായത് മൊത്തത്തിലൊരു പേടിയുടെയൊക്കെ, അതായത് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ എന്തും കണ്ടും ഒരു ആളെ കണ്ട് പേടിക്കുന്ന അതല്ല, ഇമോഷണലി അതായത് ഉള്ളിലുള്ള ഇൻറ്റേർണൽ വൂൺസ്, ഇന്ന വൂൺസ്, ചൈൽഡ്ഹുഡ് മെമ്മറീസും ചൈൽഡ്ഹുഡ് വൂൺസും ചൈൽഡ്ഹുഡിൽ കിട്ടാത്ത സ്നേഹവും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള ഭയമാണ്, അല്ലാത്ത നോർമൽ രീതിയിലുള്ള ഭയമല്ല. ഇങ്ങനത്തെ ഉള്ളൊരു ഭയം ഉള്ളൊരു പേഴ്സണാണ്. അതൊക്കെ കൊണ്ട് തന്നെ എല്ലാം ആ ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ, ആ ഭയത്തിൽ കൂടെയാണ് എല്ലാം ആ ഒരു പേഴ്സൺ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റും, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നപ്പോൾ ആ ഒരു പേഴ്സൺ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നതും അനുഭവിച്ചുകൊണ്ടിരുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അവർ ഇത്രയും നാൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിശ്വാസത്തെ തകർത്തും മനസ്സിലുണ്ടായിരുന്ന, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓരോ കാര്യങ്ങളും അയാൾ കണ്ടിരുന്നതൊക്കെ ഇൻറ്റേർലി ഡിഫറെൻ്റ് ആണ്, ഇങ്ങനെയും ഉണ്ട് ആൾക്കാർ എന്ന് മനസ്സിലാക്കുന്ന ടൈപ്പ് ഓഫ് എനർജിയാണ് നിങ്ങളുടേത്. കാരണം വെച്ചാൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭയം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഇമോഷണൽ കൊളാപ്സും ഒരുപാട് ഭയങ്ങളും കാര്യങ്ങളിൽ കൂടെയൊക്കെ വന്നൊരു വ്യക്തിയാണ്. ചിലപ്പോൾ ഇയാൾക്കൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകും, അപ്പോൾ അതിൽ നിന്നും ഹാർട്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പിന്നെ അയാളുടെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു പേഴ്സണ്. അതല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ ലൈഫിൽ, ചിലപ്പോൾ നോർമൽ വളരെയധികം സ്നേഹിച്ച ഒരാളായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഡെത്ത് അയാളുടെ ലൈഫിൽ ഫാമിലിയിൽ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തുണ്ടായിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് അയാൾ തികച്ചും എന്താ പറയുക, ഭയങ്കരമായിട്ടും അയാൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാൾ ആരും അല്ലാത്ത രീതിയിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് അയാൾക്ക് പുറത്തേക്ക് വരേണ്ടി വന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസികമായ മീൻസ് ഇമോഷണലി ഭയങ്കരമായിട്ടും തകർന്നൊരു സിറ്റുവേഷനിലൊക്കെ പോയൊരു ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയാനും ഒക്കെ പേടിയുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഇയാൾ അതിൽ നിന്നൊക്കെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അയാളുടെ ഇതിൽ നിന്നൊക്കെ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ലവ് റിലേഷൻ തന്നെ ആണോന്നില്ല, ഫാമിലി ഇഷ്യൂസും എന്തോ ഒരു വലിയൊരു കാര്യം ഇയാളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇയാളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരുന്ന ഓരോ കാര്യങ്ങൾ അയാൾ നോക്കുന്നത്. പക്ഷേ അയാളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണോ നെഗറ്റീവ്ലി വിചാരിച്ചിരുന്നത് അതൊന്നുമല്ല എന്ന് നിങ്ങളെ കണ്ടപ്പോൾ ആ ഒരു പേഴ്സണ് മനസ്സിലായി. അപ്പോൾ അയാളുടെ വിശ്വാസങ്ങളെല്ലാം തകർന്ന് പതുക്കെ അയാൾ എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. അപ്പോൾ പതുക്കെ അയാൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ നേരത്തെ എങ്ങനെ ആയിരുന്നു അതിൽ നിന്നൊക്കെ ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ അയാളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടതിന് ശേഷം. നമുക്കിവിടെ പറയാൻ പറ്റും ഇത്രയുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളൊരു പേഴ്സൺ ആണ് എങ്കിലും അയാൾ പതുക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഫാസ്റ്റായിട്ടൊന്നും ചെയ്യുന്നില്ല. അയാളുടെ ആക്ഷൻസ് എല്ലാം പതുക്കെയാണ്. അയാൾക്ക് സെൽഫ് കോൺഫിഡൻസ് കുറവാണ്. എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ വേണമെന്നുള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കണക്ഷൻ അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്നും തോന്നാത്ത രീതിയിൽ. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ പുള്ള് കാര്യങ്ങളും ഒക്കെ അയാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറയാൻ പറ്റും അയാൾ നിങ്ങളോട് ഫിസിക്കലി വളരെയധികം അട്രാക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇമോഷണലിയും നിങ്ങളോട് അയാൾക്ക് നല്ല രീതിയിൽ അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ തന്നെയാണ്. നിങ്ങളോട് എല്ലാ തരത്തിലും അയാൾക്ക് അട്രാക്ഷൻ ഉണ്ട്.
അപ്പോൾ നമുക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിൽ ഇമോഷൻ ഉണ്ടോ, എന്താണ് അയാളുടെ ഉള്ളിൽ നിങ്ങളോട് ഫീലിങ്സ് എന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സിൻ്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റും ഇയാൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോടൊരു ലോങ് ടേം, അതായത് ജീവിതകാലം മുഴുവനും നിങ്ങൾ വേണമെന്ന് അയാൾ സ്വപ്നം കാണുന്നു, നിങ്ങളൊത്തുള്ളൊരു ഫാമിലി കാണുന്നു. ആ ഒരു ഫാമിലി വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് കാണുന്നത്. അതോടൊപ്പം നിങ്ങളെ കല്യാണം കഴിക്കാനും നിങ്ങളെ ലൈഫ് പാർട്ട്ണറായിട്ട് കൂടെ കൂട്ടാനും ഒരു കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ കൂടെ ജീവിക്കാനും ഒക്കെ നമ്മൾ സ്വപ്നം കാണുന്നത്. അതേപോലുള്ള എല്ലാ സ്വപ്നങ്ങളും അയാൾ കാണുന്നുണ്ട്. അതേപോലെ അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാത്തൊരു ഫ്യൂച്ചറിനെ പറ്റി അയാൾക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അയാൾ ചിന്തിക്കുന്ന പോലും ഇല്ല. കിട്ടിയിരിക്കുന്ന ഈ ഒരു എനർജി വെച്ച് നമുക്ക് പറയാൻ പറ്റും അയാൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളാണ് അവരുടെ ഫ്യൂച്ചർ പാർട്ട്ണർ. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ശരിക്കും പതുക്കെയാണെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു പതുക്കെ അയാളുടെ വൂൺസൊക്കെ ഹീൽ ചെയ്ത് പതുക്കെ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട, ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് പതുക്കെ വരും എന്നാണ് നമുക്കിവിടെ കിട്ടിയിരുന്ന കാർഡ്സിൽ നിന്നൊക്കെ ക്ലിയർ ആയിട്ടുള്ളത്. നമുക്ക് പറയാൻ പറ്റും അവരുടെ സ്നേഹം ശരിക്കുമുള്ള സ്നേഹം തന്നെയാണ്, ഫേക്കല്ല. അവരുടെ ഉദ്ദേശം വളരെ പ്യുവറായിട്ടുള്ള ഉദ്ദേശമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള പാസ്റ്റിലുണ്ടായ കാര്യങ്ങളും ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. നല്ലത് ഏതാണ് ചീത്തയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ആ പേഴ്സൻ്റെ ലൈഫിൽ കൊടുത്തിട്ടുള്ളത്, അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് പീരീഡാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബാലൻസിങ് ആയിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കാമിക് ക്ലിയറൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കും ഇപ്പോൾ ഈ ഒരു ടൈമിൽ. അതുപോലെ തന്നെ നല്ലതും പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ മനസ്സിലാവും. അപ്പോൾ അവരുടെ അപ്പോൾ എല്ലാം ഇപ്പോൾ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പേഴ്സണ് ശരിക്കും നിങ്ങളോട് ഉള്ളിൽ ആ പേഴ്സണ് ഇഷ്ടമുണ്ട്, പാസ്റ്റ് ട്രോമാസൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളെപ്പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ്റി ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ചെറിയ രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഉള്ളത്, അല്ലെങ്കിൽ കൂടെ ഒപ്പം ഉണ്ടായിരിക്കാം പക്ഷേ എക്സ്പ്രസ് ചെയ്യാത്ത ആളായിരിക്കാം. എങ്കിൽ കൂടെയും അയാളുടെ ഉള്ളിൽ നിങ്ങളോട് ഭയങ്കര ഡെപ്തിൽ കണക്ഷൻ ഉണ്ടെന്നാണ് നമ്മളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ റീഡിങ്ങിൽ നമുക്ക് പറയാൻ പറ്റും അവർക്ക് നിങ്ങളോട് ശരിക്കും ഒരു ഡെപ്തിലുള്ളൊരു സ്നേഹമുണ്ട്. അവരുടെ മനസ്സിൽ മറ്റുള്ളവരെ കാണുന്ന പോലെയല്ല, നിങ്ങൾക്കൊരു പ്രത്യേക ആയിട്ടുള്ളൊരു സ്ഥാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനൊക്കെ ചെറിയ രീതിയിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. എന്നാലും അത് ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൈഫ് ലോങ് അതങ്ങനെ തന്നെ പോകുന്നതല്ല. പിന്നെ അവർക്ക് ഉള്ളിലുള്ള ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ അടുത്തോട്ട് അവർ വരാനൊക്കെ കുറച്ച് വൈകുന്നത്. പിന്നെ അവരുടെ ഉള്ളിൽ നിങ്ങളോട് നല്ല രീതിയിലുള്ളൊരു സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ അവരെപ്പോഴും സ്വപ്നം കാണുന്നുണ്ട്, അത് അയാൾ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പറയാൻ പറ്റും 24/7 നിങ്ങൾ തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.